ഹലോ, നീഡിൽ മന്ത്രിലേക്ക് സ്വാഗതം. ഇവിടെ ഞാൻ കാണിക്കുന്നത് ഇപ്പൊ നമ്മളുടെ വീട്ടിലൊക്കെ സാധാരണ ഉണ്ടാവില്ലേ, ഉപയോഗിക്കാതെ കിടക്കുന്ന ബനിയൻ അല്ലെങ്കിൽ ടീഷർട്ട്, ചെറുതായിട്ട് നമ്മൾ ഇടാതെ വെച്ച ബനിയനൊക്കെ ഉണ്ടാവില്ല, അതെടുത്ത് നമുക്ക് കുട്ടികളുടെ ബനിയനായിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പൊ എൻ്റെ അടുത്ത് ഈ ഒരു ബനിയൻ ഉണ്ട്. അപ്പൊ റൗണ്ട് കളറുള്ള ഒരു ബനിയനാണ്. അപ്പൊ ഇത് നമുക്ക് മുറിച്ചിട്ട് ചെറിയ കുട്ടിയുടെ ബനിയനാക്കാം. അപ്പോൾ 5 ഇയർ ആയ കുട്ടിക്കാണ് ഞാനിവിടെ ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഇതിന്റെ ഫ്രണ്ട് ബാക്ക് പാർട്ട് സെപ്പറേറ്റ് ആക്കി എടുക്കാം. ഇതുപോലെ സൈഡ് കട്ട് ചെയ്യാം. എന്നിട്ട് സ്ലീവ് രണ്ടും കട്ട് ചെയ്ത് മാറ്റാം. പിന്നെ ഷോൾഡറും സെപ്പറേറ്റ് ആക്കണം. ആദ്യം ഞാൻ ഈ നെക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മളുടെ മെഷർമെന്റ്സിലാക്കാന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ അളവ് ബനിയൻ എടുത്തിട്ടുണ്ട്. ഇതിന്റെ നെക്ക് ഉണ്ടോ, സ്മോൾ അല്ലേ, അപ്പോൾ ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ സ്മോൾ ആക്കാം. അപ്പോൾ ബാക്കിലെ പാർട്ട് അതുപോലെ തന്നെ വെക്കുക. ഇനി ഈ ഫ്രണ്ട് പാർട്ട് എടുത്തിട്ട് കുറച്ച് മുകളിലോട്ട് കയറ്റി വെക്കാം. അപ്പോൾ നമുക്ക് കുട്ടികളുടെ സൈസിൽ ഏകദേശം നെക്ക് കിട്ടും. അപ്പോൾ അളവ് ബനിയൻ വെച്ചിട്ട് നോക്കിയിട്ട് ഫ്രണ്ട് പാർട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കയറ്റി വെക്കുക. അപ്പോൾ ഇതിങ്ങനെ കയറ്റി വെക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നെക്കിന് വീതി കുറഞ്ഞിട്ട് വരും. കണ്ടു, ഇപ്പോൾ നെക്ക് വീതിയും നീളവും ഏകദേശം അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഈ അളവിന്റെ ബനിയൻ എടുത്തിട്ട് നെക്കിന്റെ കറക്റ്റ് മേലെ വെക്കുക. ഇനി ബാക്കി ഭാഗങ്ങളൊക്കെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ചെസ്റ്റ്, കൈക്കുഴി, ഷോൾഡർ ഇതൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അളവ് ബനിയനേക്കാൾ ലൂസ് വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് വൈഡാക്കിയിട്ട് വരയ്ക്കുക. ഇപ്പോൾ താഴെ മടക്കി അടിക്കാൻ ഒരു 3/4 ഇഞ്ച് വിട്ടിട്ട് മാർക്ക് ചെയ്യാം. ഇനി കട്ട് ചെയ്തെടുക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ സ്ലീവ് നമ്മൾ മുറിച്ച് മാറ്റിയ സ്ലീവ് രണ്ടും എടുക്കുക. ഇതിന്റെ മേലെ അളവ് ബനിയന്റെ സ്ലീവ് വെക്കാം. അപ്പൊ ഞാനിവിടെ സ്ലീവിന്റെ നീളം കുറച്ച് കൂട്ടി എടുത്തിട്ടുണ്ട്. ഈ സ്ലീവിന്റെ സ്റ്റിച്ചിന്റെ കറക്റ്റ് അളവിലൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ നമ്മൾ ആം ഹോൾ സ്ലീവ് കട്ട് ചെയ്യുന്ന പോലെ ആം ഹോളും സ്ലീവും ഫ്രണ്ട് പാർട്ട് ഒരു 1/2 ഇഞ്ച് കയറ്റി മുറിച്ച് കൊടുക്കാം. അപ്പോൾ നല്ല ഷേപ്പിൽ കിട്ടും. ഇപ്പോൾ തയ്യൽ തുമ്പ് ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി സ്റ്റിച്ചിങ് ആണ്. അത് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഈ ബനിയൻ മെറ്റീരിയൽ ഒന്നും നമുക്ക് സാധാരണ മെഷീനിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമ്മൾ സ്ട്രെയിറ്റ് സ്റ്റിച്ച് കൊടുത്താൽ തന്നെ ബനിയൻ പിടിച്ച് വലിക്കുമ്പോൾ നൂല് പൊട്ടിയിട്ട് സ്റ്റിച്ച് വിട്ടുപോകും. അപ്പോൾ അതിനുള്ള ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ മേലെ പേപ്പർ വെച്ചിട്ട് 6 സ്റ്റിച്ച് കൊടുക്കാം. അപ്പോൾ വീട്ടിൽ ന്യൂസ് പേപ്പർ വെച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ അധികം കട്ടിയുള്ള പേപ്പർ മേലെ വെക്കരുത്. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത ശേഷം നമുക്ക് പേപ്പർ വലിച്ച് പറിക്കാനുള്ളതാണ്. ഇങ്ങനെ മേലെ പേപ്പർ വെച്ചിട്ട് തയ്ക്കുമ്പോൾ കുറച്ച് നമുക്ക് ആദ്യം ബുദ്ധിമുട്ട് തോന്നും. അപ്പോൾ സ്ട്രെയിറ്റ് സ്റ്റിച്ചുള്ള ഭാഗത്ത് സ്മോൾ പീസ് പേപ്പർ വെച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ വളവ് വരുന്ന സ്ഥലത്ത് വലിയ വീതിയുള്ള പേപ്പർ വെച്ചിട്ട് ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പോൾ താഴത്തെ സ്റ്റിച്ച് മാർക്ക് നോക്കിയിട്ട് നോക്കി ചെയ്യണം. ആ ഒരു ഡിഫിക്കൽറ്റി മാത്രമേ ഇതിലുള്ളൂ. എന്നാലും നമുക്ക് ഭംഗിയായിട്ട് ചെയ്തെടുക്കാം. ഷോൾഡർ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി സ്ലീവ് ജോയിൻ ചെയ്യണം. അപ്പോൾ സ്ലീവിന്റെ നല്ല ഭാഗം താഴെയാക്കിയിട്ട് വെക്കുക. അപ്പോൾ 1/4 ഇഞ്ച് സീം വിട്ടിട്ട് 6 സ്റ്റിച്ച് കൊടുക്കണം. അപ്പോൾ നടുക്കുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ഭാഗത്തോട്ട് ആദ്യം സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് അത് കഴിഞ്ഞാൽ മറ്റേ ഭാഗത്തോട്ട് സ്റ്റിച്ച് ചെയ്യാം. ഇനി സൈഡ് രണ്ടും ജോയിൻ ചെയ്ത് കൊടുക്കാം. ഈ സ്ലീവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് താഴോട്ടേക്ക് സ്റ്റിച്ച് ചെയ്ത് വരിക. പേപ്പർ ഇതുപോലെ നമുക്ക് വലിച്ചിട്ട് കീറി കൊടുക്കാം. അപ്പോൾ കട്ടിയില്ലാത്ത പേപ്പർ വെച്ചിട്ട് ചെയ്യാം. ന്യൂസ് പേപ്പർ വെച്ചിട്ട് ചെയ്താൽ മതി.
ഇനി താഴെ ഒന്ന് മടക്കി അടിച്ചെടുക്കാം. പിന്നെ ഈ ടൈപ്പ് ബനിയൻ മെറ്റീരിയലൊക്കെ തയ്ക്കുമ്പോൾ ഒരിക്കലും നമ്മൾ വലിച്ച് പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യരുത്. തുണി ആകെ വലിഞ്ഞിട്ട് വൃത്തികേടായിപ്പോവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. ആ റെഡ് ബട്ടണിൽ കാണുന്ന സബ്സ്ക്രൈബ് ക്ലിക്ക് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്